ബ്രാഞ്ച് അക്കൗണ്ടിങ് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. സോ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഏറ്റവും അതിനേക്കാൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഒരു വീഡിയോയിലൊന്നും തീരില്ല. അപ്പം വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്. ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വിത്ത് എ വ്യൂ ടു ഇൻക്രീസ് സെയിൽസ്, ബിസിനസ് കൺസേൺ ഓഫൺ സ്പ്ലിറ്റ് ദെയർ ബിസിനസ് ഇൻ ടു ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓർ പാർട്സ്. സച്ച് ഡിവിഷൻസ് മേ എയ്തർ ബി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ബ്രാഞ്ചസ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? അവരുടെ ബിസിനസ്സിനെ സ്പ്ലിറ്റ് ചെയ്യും. ഡിവിഷൻസ് ആയിട്ടോ പാർട്ടുകളായിട്ടോ സ്പ്ലിറ്റ് ചെയ്യും. ഈ ഡിവിഷൻസിനെ ഒന്നെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രാഞ്ച് എന്ന് പറയും. ഓക്കെ, അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡിവിഷൻസ് കമ്പനിയെ ഡിഫറെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിവിഷൻസിനെ ഒന്നുകിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രാഞ്ചസ് എന്ന് പറയും. ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ് അതിനെ ഡിഫറെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ദ സെയിം കൺസേണിനെ സെയിം ബിൽഡിങ്ങിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ വേരിയസ് ഡിവിഷൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി സിറ്റി, സെയിം സിറ്റി, അതേ സിറ്റിയിൽ തന്നെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഓർ ഇൻ ദി ഡിഫറെൻറ്റ് സിറ്റീസ് ഓഫ് ദി സെയിം കൺട്രി, ആ രാജ്യത്തിനകത്ത് തന്നെ പല സിറ്റികളിലാണെങ്കിൽ, ഓർ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലാണെങ്കിൽ, ദീസ് ആർ നോൺ ആസ് ബ്രാഞ്ചസ്. ഓക്കെ, അതായത് ആ ഡിവൈഡ് ചെയ്യുന്ന ഡിവിഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പോർഷൻ, ആ പാർട്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ്, ഒരു സിറ്റിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ബ്രാഞ്ച് എന്ന് പറയും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിറ്റീസിലായിരിക്കും, ഒരു രാജ്യത്തിനകത്തുള്ള തന്നെ പല സിറ്റികളിലോ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലോ സിറ്റുവേറ്റ് ചെയ്തിരുന്നാൽ ഇത്തരം കൺസേൺസിനെയാണ്, അല്ലെങ്കിൽ ഇത്തരം ഡിവിഷൻസിനെയാണ് ഇതെന്ന് പറയുന്നത് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാഞ്ചുകളെ മെയിനായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്, രണ്ടാമത്തത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്, മൂന്നാമത്തത് ഫോറിൻ ബ്രാഞ്ച്. ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് 3: ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഫോറിൻ ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് വെച്ചാൽ ദേ ആർ നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അത്തരത്തിലുള്ള ബ്രാഞ്ചുകളാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ. ദേ ആർ നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. കാരണം ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ആര് തന്നെയാണ്? ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും. ഓരോ ബ്രാഞ്ച് അവരുടേതായ സെപ്പറേറ്റ് ബുക്സ് കീപ്പ് ചെയ്യാറില്ല. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. നോട്ട് എടുത്ത് പറഞ്ഞാൽ മതി. ദേ ആർ കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞതാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകൾ. കാരണം അവർക്ക് അവരുടേതായ അക്കൗണ്ട്സ് കാണും, ബുക്സ് ഉണ്ട്, അക്കൗണ്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. ദെൻ മൂന്നാമത്തത് ഫോറിൻ ബ്രാഞ്ച്, ഇന്ത്യക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് പുറത്തുള്ള ബ്രാഞ്ചുകൾ. സോ മൂന്നായിട്ട് തിരിപ്പിക്കാം ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്: ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്, ഫോറിൻ ബ്രാഞ്ച്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് വെച്ചാൽ ദേ കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ്. ദെൻ ഫോറിൻ ബ്രാഞ്ചസ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഫസ്റ്റ്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ, നേരത്തെ പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിനായിട്ടും 4 ടൈപ്പിലാണ് ഈ അക്കൗണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ ഓരോ ബ്രാഞ്ചിൻ്റെതും പഠിക്കാനുണ്ട്. അപ്പോൾ സോ ഇതിൽ നിന്നെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഇതിന് 4 സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്. ഒന്ന് ഡെറ്റേഴ്സ് സിസ്റ്റം, രണ്ടാമത്തെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, മൂന്നാമത്തെ ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ദെൻ നാലാമത്തെ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്, ഫൈനൽ അക്കൗണ്ട്സ്, ഹോൾസെയിൽ, അങ്ങനെ 4 സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനെ ഓരോന്നും 1 by 1 ആയിട്ട് നോക്കണം. ഓക്കെ, സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നല്ല രീതിയിൽ നോക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് നോക്കാം. ഡെറ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. ഡെറ്റേഴ്സ് സിസ്റ്റത്തിലാണെങ്കിൽ അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര് തന്നെ ആയിരിക്കും? ആ ഓർഗനൈസേഷൻ, അതായത് ഹെഡ് ഓഫീസ് തന്നെ ആയിരിക്കും. ബ്രാഞ്ച് ഉണ്ടാവും, ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസാണ്. സോ നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരുടെ പേരിലാണ്? ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ പേരിലാണ്
ഈ അക്കൗണ്ട്സ് എല്ലാം നമ്മളിതിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആരാണ് ഈ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ്. സോ അണ്ടർ ഡെറ്റർ സിസ്റ്റം പ്രൊഫോർമ ഓഫ് പ്രിപ്പയറിങ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതാണ് ഡെറ്റർ സിസ്റ്റത്തിലെ ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലെ ബ്രാഞ്ച് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദിസ് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇതിനെ വെച്ചിട്ട് ഞാൻ അക്കൗണ്ട് പറഞ്ഞു തരും, നിങ്ങൾ ജേർണൽ എൻട്രിക്ക് നിങ്ങൾ കറക്റ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ഇൻ ദി ബിഗിനിങ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് അസറ്റ്സ് എന്തെങ്കിലും ഓപ്പണിങ്ങിലുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് അത് ലിസ്റ്റ് ചെയ്യണം. സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഫർണിച്ചർ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടോട്ടൽ ഡെബിറ്റ് സൈഡിലാണ്. അസറ്റ്സ് എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അതിൻ്റെ ടോട്ടലാണ് ഫസ്റ്റ് എഴുതുന്നത്. ക്വസ്റ്റ്യൻ തരും. ഓക്കെ, സ്റ്റോക്കോ ഡെറ്റേഴ്സോ പെറ്റി ക്യാഷോ ഫർണിച്ചറോ പ്രീപെയ്ഡ് എക്സ്പെൻസോ എന്തെങ്കിലും ഡെബിറ്റ് സൈഡിലുണ്ടെങ്കിൽ അത് ഓപ്പണിങ്ങിലുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. അസറ്റ്സ് ഓപ്പണിങ്ങിലുണ്ടെങ്കിൽ ബൈ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് എഴുതുക. ക്ലോസിംഗിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഫർണിച്ചർ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതെല്ലാം ഇവിടെ. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ക്രെഡിറ്റ് സൈഡിൽ. ക്ലിയർ? അതുപോലെ തന്നെ ലൈബിലിറ്റീസിൽ എന്തെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലൈബിലിറ്റീസ് സച്ച് ആസ് ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ? ക്രെഡിറ്റ് സൈഡിൽ. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതോടെ വരും ക്രെഡിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. എന്തെങ്കിലും ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ, ലയബിലിറ്റീസിന് എന്തെങ്കിലും ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ബൈ ബാലൻസ് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ്, എന്തെങ്കിലും ലയബിലിറ്റി ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ. സോ അസറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ്, ലയബിലിറ്റി ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. അതുപോലെ തന്നെ അസറ്റ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ, ലയബിലിറ്റീസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. എന്തെങ്കിലും ഗുഡ്സ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ച് എന്തെങ്കിലും ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ച് എന്തെങ്കിലും ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് അക്കൗണ്ട് ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ. അതായത് ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്, ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ച് എന്തെങ്കിലും ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഗുഡ്സ് പ്രശ്നം വന്നിട്ട് ഇതെന്ത് ചെയ്യാം? ബ്രാഞ്ച് എങ്ങോട്ടേക്ക് തിരിച്ചയക്കാം? ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയക്കാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ബ്രാഞ്ച് എന്തെങ്കിലും ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്ത ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ. ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചെന്തെങ്കിലും ഗുഡ്സ് അയച്ചാൽ, വന്ന ഗുഡ്സിൽ എന്തെങ്കിലും തിരിച്ചയച്ചാൽ അത് ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ക്യാഷ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ക്യാഷ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ബൈ ബാങ്ക് ക്യാഷ് സെയിൽസ് നടക്കുകയോ അല്ലെങ്കിൽ കടത്തിന് വിറ്റത്, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ്, അതായത് കടത്തിന് വിറ്റതിൽ നിന്നും ഡെറ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിലോ, ക്യാഷ് കിട്ടിയാൽ മാത്രം. ക്രെഡിറ്റ് സെയിൽസ് അല്ലാണ് ആദ്യത്തത് ക്യാഷ് സെയിൽസ്, രണ്ടാമത്തത് ക്രെഡിറ്റ് സെയിൽസ് അല്ല, ക്രെഡിറ്റ് സെയിൽസ് നടത്തി അതിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക്. എന്തെങ്കിലും ക്യാഷ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് റെമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും ക്യാഷ് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ച് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ. അതായത് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്, ബ്രാഞ്ചിൻ്റെ എന്തെങ്കിലും എക്സ്പെൻസസ് ആര് കൊടുത്തു കഴിഞ്ഞാൽ? ഹെഡ് ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക്.
ഓക്കെ. സോ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ പഠിച്ച് പോകണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതെന്ന് പറയുന്നത് ബ്രാഞ്ചിൽ വരുന്ന നോർമലായിട്ടുള്ള എൻട്രീസ് എന്ന് പറയുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് കൂടുതൽ ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിനെ ബ്രാഞ്ച് പ്രോഫിറ്റാണ്. അതാണ് ബ്രാഞ്ച് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ്, ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ അവിടെ എന്ത് പ്രോഫിറ്റ് ടു ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ബ്രാഞ്ച് ലോസ്. ഇതായിരിക്കും ബാലൻസിങ് ഫിഗർ. ഓക്കെ. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, മനസ്സിലാകാത്തവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഈ പ്രൊഫോർമ നോട്ടിൽ വരച്ച് വെച്ചതിന് ശേഷം പഠിക്കുക. ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞ് കേൾക്കുക. അസറ്റ്സ് എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത് ടു ബാലൻസ് ബ്രോഡ് ഓൺ ഡെബിറ്റ് സൈഡിൽ. ലയബിലിറ്റി എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡ്. അസറ്റ്സ് എന്തെങ്കിലും ക്ലോസിംഗ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡ്. ലയബിലിറ്റി എന്തെങ്കിലും ക്ലോസിംഗിലുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡ്. ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച്. ബ്രാഞ്ച് ഗുഡ്സ് എന്തെങ്കിലും തിരിച്ചയച്ചു കഴിഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ബ്രാഞ്ച് ബ്രാഞ്ച് എന്തെങ്കിലും ക്യാഷ് ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ. ക്യാഷ് സെയിൽസ്, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ്. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ സെയിൽസ് നടന്നാൽ ഏത് സൈഡ്? ക്രെഡിറ്റ് സൈഡിൽ. അതുപോലെ തന്നെ ബ്രാഞ്ചിൻ്റെ എന്തെങ്കിലും എക്സ്പെൻസ്, അതായത് സാലറി, റെൻറ്റ് തുടങ്ങിയ എന്തെങ്കിലും എക്സ്പെൻസ് ഹെഡ് ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ടു ബാങ്ക്. ദെൻ ലാസ്റ്റ് എന്താണ്? പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരുന്നത്. ബ്രാഞ്ച് പ്രോഫിറ്റ്, ബ്രാഞ്ച് ലോസ്. ഇത്രയേ ഉള്ളൂ ബ്രാഞ്ച് അക്കൗണ്ടിങ് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് അണ്ടർ ഡെറ്റേഴ്സ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ലിമിറ്റഡ് വിത്ത് ഇറ്റ്സ് ഹെഡ് ഓഫീസ് അറ്റ് മദ്രാസ് ഹാസ് എ ബ്രാഞ്ച് അറ്റ് ബാംഗ്ലൂർ. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, അത് മദ്രാസിലാണ്. ഹാസ് ബ്രാഞ്ച് അറ്റ് ബാംഗ്ലൂർ. അവർക്കൊരു ബ്രാഞ്ച് ഉണ്ട്, അതെവിടെയാണ്? ബാംഗ്ലൂരാണ്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? മദ്രാസിലുള്ള ഹെഡ് ഓഫീസ്. ഓക്കെ, ഇതാണ് ഹെഡ് ഓഫീസ്, ഇതാണ് ബ്രാഞ്ച്. ഓക്കെ, ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഹെഡ് ഓഫീസാണ്. ദ ഫോളോയിങ് റിലേറ്റ് ടു ദി ബ്രാഞ്ച് ഫോർ ദി ഇയർ 2005. 2005 ആ ബ്രാഞ്ചിലെ അക്കൗണ്ട്സാണ് പറയുന്നത്. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ഓപ്പണിംഗ് ബാലൻസസ് ആസ് ഓൺ 1/1/2005. 1/1/2005 ഓപ്പണിംഗ് ബാലൻസ് ആണ് ആ ബ്രാഞ്ചിലെ. സ്റ്റോക്ക് 30,000, ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് 21,000, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 3,000, ഇൻഷുറൻസ് പ്രീപെയ്ഡ് 600. ഇതാണ് അവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ്. സോ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഇൻഷുറൻസ്, ഇത് മൂന്ന് എന്താണ്? അസറ്റ്സ് ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റി. ക്ലിയർ? ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് 2005. 2005 ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് അയച്ച ഗുഡ്സ് എത്ര രൂപ? 4,20,000. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 4,20,000. ദെൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് തിരിച്ചയച്ച ഗുഡ്സ്, വന്നതിൽ തിരിച്ചയച്ച ഗുഡ്സ് എത്ര? 6,000. ദെൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സിൽ നിന്നും ഗുഡ്സ് തിരിച്ചു വന്നതാണ്. അതായത് ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയച്ചതല്ല, ഡെറ്റേഴ്സ് കടത്തിന് വിറ്റതിൽ നിന്നും ആ കൊണ്ടുപോയ ആൾക്കാർ തിരിച്ച് ബ്രാഞ്ചിലേക്ക് അയച്ച റുപ്പീസ് എത്ര? 4,000. സോ ഇത് വരുമ്പോൾ കെയർഫുൾ ആയിരിക്കണം, രണ്ടും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. ദെൻ ടോട്ടൽ സെയിൽസ് 4,10,000. ആ കമ്പനിയിൽ ആ വർഷം, ബ്രാഞ്ചിൽ ആ വർഷം നടന്ന സെയിൽസ് 6,10,000. ദെൻ ക്യാഷ് സെയിൽസ് 4,30,000. അതായത് 6,10,000 സെയിൽസ് നടന്നതിൽ ക്യാഷ് സെയിൽസ് എത്രയാണ്? 4,30,000. സോ ബാക്കിയുള്ളത് എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വിചാരിക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ ക്യാഷ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച് ഫ്രം ഡെറ്റേഴ്സിൽ നിന്നും ബ്രാഞ്ചിന് കിട്ടിയ ക്യാഷ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച് ഫ്രം ഡെറ്റേഴ്സ്, അതായത് നമ്മൾ കടത്തിന് വിറ്റതിൽ നിന്നും ബ്രാഞ്ചിന് കിട്ടിയത് 1,20,000. ദെൻ ക്യാഷ് റിസീവ്ഡ് ബൈ ഹെഡ് ഓഫീസ്
ഫ്രം ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബ്രാഞ്ചിലുള്ള ഡെറ്റേഴ്സിൽ നിന്നും ഹെഡ് ഓഫീസിന് ഡയറക്റ്റായിട്ട് കിട്ടിയത് 22,000. സോ ടോട്ടലായിട്ട് നമുക്കിത് എടുത്താൽ മതി. ടോട്ടൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയുണ്ട്? കടത്തിന് വിറ്റതിൽ നിന്നും ഡെറ്റേഴ്സിൽ നിന്നും കിട്ടിയത് എത്രയുണ്ട്? 1,42,000. ക്ലിയർ? ദെൻ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് 6,000, ഡിസ്കൗണ്ട് അലൗഡ് 3,500, അലവൻസസ് ടു ഡെറ്റേഴ്സ് 2,000. ഓക്കെ, ബാഡ് ഡെറ്റ്സും ഡിസ്കൗണ്ട് അലോ ചെയ്തും അലവൻസ് ടു ഡെറ്റേഴ്സിന് കൊടുത്തത് എല്ലാം കൂടെ എത്രയുണ്ട്? 2,000. ഓക്കെ, ദെൻ റെമിറ്റൻസ് ടു ബ്രാഞ്ച് 4, അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് കൊടുത്തത് ഏതൊക്കെയൊക്കെ? സാലറിക്ക് 60,000, റെൻറ്റിന് 36,000, ഇൻഷുറൻസ് ആൻഡ് പെറ്റി എക്സ്പെൻസസ് 8,000. അങ്ങനെ 1,04,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസസ് ആര് മീറ്റ് ചെയ്തിട്ടുണ്ട്? ഹെഡ് ഓഫീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസുകളാണ്. 31/12/2005 ക്ലോസിംഗ് ബാലൻസുകൾ. സ്റ്റോക്ക് 45,000, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 3,000, ഇൻഷുറൻസ് പ്രീപെയ്ഡ് 800. പ്രിപ്പയർ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഡെബിറ്റ് ക്രെഡിറ്റ്. സോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഓരോന്നും. ഓക്കെ, ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിലോട്ട് എഴുതിയെടുക്കണം. വീഡിയോ ആയിട്ട് പൗസ് ചെയ്ത് നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ഇപ്പം ബ്രാഞ്ച് അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഇവിടെ വരുന്നത്. ഡെറ്റർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്. നമുക്ക് ഓപ്പണിങ്ങിൽ ഐറ്റംസ് ഉണ്ട്, ക്ലോസിങ്ങിൽ ഐറ്റംസ് ഞാൻ വായിച്ചായിരുന്നു. സോ ഓപ്പണിങ്ങിൽ നോക്കും. ഓപ്പണിങ്ങിൽ സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഉണ്ട്. അതേസമയം ക്ലോസിങ്ങിലേക്ക് നോക്കിയാണ്. ക്ലോസിങ്ങിൽ എത്തുമ്പോഴേക്കും സ്റ്റോക്ക്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇൻഷുറൻസ് പ്രീപെയ്ഡ്, ഈ 3 ഐറ്റമേ ഉള്ളൂ. ഏത് മിസ്സിംഗ് ആണ്? ഒരു ഐറ്റം മിസ്സിങ്, അതാണ് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് ഇവിടെ മിസ്സിംഗ് ആണ്. ഓപ്പണിങ്ങിൽ സ്റ്റോക്കും ഡെറ്റേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ ക്ലോസിങ്ങിലെത്തുമ്പം സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഏതില്ല? ഡെറ്റേഴ്സ് ഇല്ല. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഓപ്പണിങ്ങും ക്ലോസിങ്ങിൽ ഇതിനകത്ത് എന്തില്ല? ക്ലോസിംഗ് ഇല്ല. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ അതാണ് നെക്സ്റ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വർക്കിംഗ് നോട്ടാണ്. ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരു വർക്കിംഗ് നോട്ടാണ്. എപ്പോൾ മാത്രമേ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടി വരൂ? വെൻ ദെയർ ഈസ് ക്രെഡിറ്റ് സെയിൽസ്. കടത്തിന് ക്യാഷ് വിൽക്കുമ്പോൾ, സാധനം വിൽക്കുമ്പോൾ മാത്രമേ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം കടത്തിന് വിറ്റാൽ മാത്രമേ ആരുണ്ടാകാറുള്ളൂ? ഡെറ്റേഴ്സ് ഉണ്ടാകാറുള്ളൂ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ, നമ്മളിവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് മിസ്സിങ്? ക്ലോസിങ് ഡെറ്റേഴ്സാണ് മിസ്സിങ്. ഓപ്പണിംഗ് ഉണ്ട്. സോ ഇവിടെ ശ്രദ്ധിച്ചോണം. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഡെറ്റേഴ്സ് സിസ്റ്റം. ഇഫ് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഓർ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഓർ ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഈസ് മിസ്സിങ്. ഏതൊക്കെയാണ്? 3 ഐറ്റംസാണ്. ഒന്നുകിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, അല്ലെങ്കിൽ ക്ലോസിംഗ് ഡെറ്റേഴ്സ്. 3 കൂടെ ഒരുമിച്ച് മിസ്സാവില്ല. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിങ് ആണെങ്കിൽ, ഒന്നെങ്കിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആയിരിക്കും. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഏതാണ് മിസ്സിങ്? ക്ലോസിംഗ് ഡെറ്റേഴ്സാണ്. If opening debtors or cash received from debtors or closing debtors is missing, a branch debtors account should be prepared to find the missing item as balancing figure. So ഈ 3 ഐറ്റംസിൽ ഏതെങ്കിലും മിസ്സായാൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഏതാണോ വരുന്നത്, ആ ബാലൻസിങ് ഫിഗർ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യില്ലേ? അപ്പോൾ ഏറ്റവും കുറവുള്ള സ്ഥലം കൂടുതലുള്ള സ്ഥലമൊക്കെ നോക്കൂലേ? അപ്പം ബാലൻസ് എവിടെ വരുന്നു അതെന്താണ്? അത് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും.
ഓപ്പണിംഗ് ഡെറ്റേഴ്സോ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സോ. ബാലൻസ് ബ്രോ ഡൗൺ ഉണ്ട്, ഡെറ്റേഴ്സ് ബാലൻസ് ബ്രോ ഡൗൺ, അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, നേരത്തെ ക്വസ്റ്റ്യൻ നോക്കി, ക്യാഷ് ടോട്ടൽ സെയിൽസ്, ക്യാഷ് സെയിൽസ്, അതിനുശേഷം ക്യാഷ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച് ഫ്രം ഡെറ്റേഴ്സ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇതുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ ഇത് തരത്തില്ല. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഈ ഐറ്റം, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പോൾ ഓപ്പണിംഗ് ഡെറ്റേഴ്സോ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സോ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡെറ്റേഴ്സോ ഇതിലേതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ എ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ്. അതെനിക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എന്തൊക്കെ വരും നോക്കാം. ഇത് എത്രേ ഉള്ളൂ, ഈ ഐറ്റംസ് കൂടുതലൊന്നും വരില്ല. ഡെബിറ്റ് സൈഡിൽ 2 ഐറ്റം, ക്രെഡിറ്റ് സൈഡിലാണ് ബാക്കിയുള്ള ഐറ്റംസ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ഉണ്ടായത്, ഇത് ഓപ്പണിംഗ് ഡേറ്റിൽ എന്തെങ്കിലും ഡെറ്റർ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ, ബാലൻസ് ബ്രോ ഡൗൺ അതെവിടെ വരും, ഡെബിറ്റ് സൈഡിൽ വരും. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ഡെബിറ്റ് സൈഡിൽ, അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ. ഇതിലേതാണ് ഇല്ലാത്തതെന്ന് നോക്കണം. ചിലപ്പോൾ ഇത് കാണൂല, ചിലപ്പം ഇതായിരിക്കും കാണാത്തത്. അപ്പോൾ ഏതാണോ വേണ്ടത് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ദെൻ സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് സെയിൽസ് അല്ല, ടോട്ടൽ സെയിൽസും അല്ല, ക്രെഡിറ്റ് സെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിൽ. ഈ 2 ഐറ്റമാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്, ദെൻ ക്രെഡിറ്റ് സെയിൽസ്, ഈ 2 ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്, ക്യാഷ്, അതായത് എന്തെങ്കിലും ക്യാഷ് ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ. ദെൻ അലവൻസസ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്സ്, റിട്ടേൺസ് എന്ന് വെച്ചാൽ ഡെറ്റേഴ്സ് എന്തെങ്കിലും ഗുഡ്സോ മറ്റോ കമ്പനിയിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, റിട്ടേൺസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കടത്തിന് വെച്ച സാധനം എന്തെങ്കിലും തിരിച്ചു വന്നെങ്കിൽ, ഇത്ര ഐറ്റംസാണ് ക്രെഡിറ്റ് സൈഡിൽ. പിന്നെ ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ ഓപ്പണിംഗ് ബാലൻസ് കാണും, ക്ലോസിംഗ് ബാലൻസും കാണും. ഓപ്പണിംഗ് ബാലൻസും കാണും ഡെറ്റേഴ്സിൻ്റെ, ക്ലോസിംഗ് ബാലൻസും കാണും ഡെറ്റേഴ്സിൻ്റെ. ഇത്തരം ക്വസ്റ്റ്യനിൽ മിസ്സിംഗ് ഫിഗർ ഏതായിരിക്കും, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആയിരിക്കും. അതായിരിക്കും മിസ്സിംഗ് ഫിഗർ. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ ക്യാഷും കാണും, ക്ലോസിംഗ് ബാലൻസും കാണാം. ഇത്തരം ക്വസ്റ്റ്യനിൽ മിസ്സിംഗ് ഫിഗർ ആരായിരിക്കും, ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. ചില ക്വസ്റ്റ്യനിൽ ഇതും കാണും, ഇതും കാണും, ഏത് കാണത്തില്ല, ഇത് കാണത്തില്ല. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും മിസ്സിങ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, കടത്തിന് വിറ്റതിൽ നിന്ന് ഡെറ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലായിരിക്കും. ഓക്കെ, ക്ലിയർ. സോ നമുക്ക് ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യാം, ഈ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ. സോ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് വർക്കിംഗ് നോട്ടിൽ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. സോ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക, എന്നിട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്ര, 21,000. സോ ബാലൻസ് ബ്രോ ഡൗൺ 21,000. നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടോ, ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഡെറ്റേഴ്സ്, അത് വേണം ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ദെൻ നോക്കാം, ടോട്ടൽ സെയിൽസ് 6,10,000, ക്യാഷ് സെയിൽസ് എത്ര, 4,30,000. സോ ദർ ഇസ് എ ക്രെഡിറ്റ് സെയിൽസ് എത്ര, ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ്. സോ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് എത്ര, 1,80,000. 1,80,000. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ബൈ ക്യാഷ് എന്താണ്, റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഡെറ്റേഴ്സിൽ നിന്ന് ഇവിടെ ക്യാഷ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഡെറ്റേഴ്സ് 1,20,000 ഉണ്ട്, ഹെഡ് ഓഫീസിന് കിട്ടിയത് 22,000. സോ ടോട്ടൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയുണ്ട്, 1,42,000. 1,42,000. ദെൻ ബാഡ് ഡെറ്റ്സ്
ബാഡ് ഡെറ്റ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, അലവൻസസ് ഉണ്ട്. ദെൻ അതുപോലെ എന്തുണ്ട്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ് ഉണ്ട്. ഡെറ്റേഴ്സിൽ നിന്ന് ഗുഡ്സ് റിട്ടേൺ ചെയ്തത്. സോ ഈ കാര്യങ്ങളാണ് ഇനി എഴുതേണ്ടത്. സോ നമ്മൾ എഴുതി, ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ദെൻ ക്രെഡിറ്റ് സെയിൽസ് എഴുതി, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എഴുതി, ദെൻ അതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട്, അലവൻസസ്, റിട്ടേൺസ് തുടങ്ങിയ കാര്യങ്ങൾ എഴുതി. ഇനി ഡെബിറ്റ് സൈഡിൽ നിന്നും ക്രെഡിറ്റ് സൈഡ് കുറയ്ക്കാൻ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് കിട്ടും. സോ ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് 2,01,000. അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ബാലൻസ് ക്യാരിഡ് ഓൺ എത്ര? 43,500. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്. ബാലൻസ് ക്യാരിഡ് ഓൺ കിട്ടി 43,500. ഇത് ചെയ്ത് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ? സോ ലെറ്റ് സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ടാണ്. വിത്ത് ദി ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ് ഓഫ് മദ്രാസ്. എക്സ് ലിമിറ്റഡ് എഴുതാൻ വേണ്ടി അതിനാണ് ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. സോ ഫസ്റ്റ് എന്താണ്? സ്റ്റാർട്ട്സ് വിത്ത് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്. എന്തൊക്കെയുണ്ട് ഓപ്പണിംഗ് ബാലൻസുകൾ? സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അസറ്റ്സ്. ഇതിൽ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റിയാണ്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ്. അതിൽ ഫസ്റ്റ് സ്റ്റോക്ക് 30,000, ഡെറ്റേഴ്സ് 21,000, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ് 600. അസറ്റ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ, ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസുകൾ ക്രെഡിറ്റ് സൈഡിൽ. സോ ബാലൻസ് ബ്രോഡ് ഓൺ. അതിൽ ഒറ്റ ലയബിലിറ്റി ഉള്ളൂ, ഏതാണ്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് ₹3,000. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ₹3,000. സോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ഡെബിറ്റ് സൈഡിൽ. സോ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ഏത് സൈഡ്? ക്രെഡിറ്റ് സൈഡ്. സോ താഴെ വേണം എഴുതേണ്ടത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഐറ്റംസ് എഴുതണം. ബാലൻസ് ക്യാരിഡ് ഓൺ എപ്പോഴും, ക്ലോസിംഗ് ബാലൻസുകൾ എപ്പോഴും താഴെ വരാൻ പാടുള്ളൂ. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ഫസ്റ്റ് ഏതാണ്? സ്റ്റോക്ക് ഇൻഷുറൻസും തന്നിട്ടുണ്ട്. സ്റ്റോക്കും ഇൻഷുറൻസും തന്നിട്ടുണ്ട്. നമ്മൾ ഏത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഡെറ്റേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഡെറ്റേഴ്സ് എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 43,500 എന്ന് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സ്റ്റോക്ക് 45,000, ഡെറ്റേഴ്സ് 43,500, ദെൻ ഇൻഷുറൻസ് 800. ഓക്കെ, എഴുതിയല്ലോ. ദെൻ അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റി. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റി എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ടു ബാലൻസ് ക്യാരിഡ് ഓൺ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? ₹3,000. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിങ് ക്ലോസിങ് ഒരു എമൗണ്ട് തന്നെയാണ്. മാറി വരാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് 2005. ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ആ വർഷം അയച്ച ഗുഡ്സ് എത്രയുണ്ട്? 4,20,000. സോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്നത് 4,20,000. ബ്രാഞ്ചിലേക്ക് എന്തെങ്കിലും ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. എത്ര രൂപ? 4,20,000. 4,20,000. ദെൻ നെക്സ്റ്റ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ച് ഗുഡ്സ് എന്ത് ചെയ്തതാണ്? റിട്ടേൺ ചെയ്തതാണ്. 6,000 രൂപയുടെ ഗുഡ്സ് ബ്രാഞ്ച് എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്തു? തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തു. ദെൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എടുത്തു കഴിഞ്ഞു. സോ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്
ഈ റിട്ടേൺസ് എടുക്കേണ്ടത്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കേണ്ടത് ഏത് മാത്രം? ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ച് റിട്ടേൺ ചെയ്ത ഗുഡ്സ് മാത്രമേ എവിടെ എടുക്കാവൂ? ഇവിടെ എടുക്കാവൂ. ഓക്കെ, സോ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ, ബ്രാഞ്ച് തിരിച്ച് ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ എന്തെന്ന് പറഞ്ഞ് എഴുതും? ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. എത്ര രൂപയുടെ ഗുഡ്സ് അയച്ച്? 6,000 rupees. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഐറ്റം എന്താണ്? ടോട്ടൽ സെയിൽസ്. നമുക്ക് എഴുതേണ്ടത് ഏതാണ്? ടോട്ടൽ സെയിൽസ് ആണ് ആവശ്യം? അല്ല, ക്യാഷ് സെയിൽസും അതുപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സും. ടോട്ടൽ സെയിൽസ് 6,10,000 ഉണ്ട്. അതിൽ ക്യാഷ് സെയിൽസ് എത്ര? 4,30,000. എന്തെങ്കിലും ക്യാഷ് സെയിൽസിൽ നിന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അതെവിടെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. അതിൻ്റെ മീനിങ് ഇതാണ്: ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് റിമിറ്റ് ചെയ്തു, കൊടുത്തു. ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതെവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഓക്കെ, സോ ബൈ ക്യാഷ് സെയിൽസ് എത്ര രൂപ? ക്യാഷ് സെയിൽസ് എത്രയുണ്ട്? 4,30,000. അതുപോലെയാണ് എന്തുള്ളത്? ക്യാഷ് റിസീവ്ഡ് ബൈ ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഇത് ബ്രാഞ്ചും ഹെഡ് ഓഫീസും കൂടി ചേർന്ന് എത്ര റിസീവ് ചെയ്തിട്ടുണ്ട്? 1,42,000. അതൊക്കെ നമ്മൾ പ്രൊഫോർമയിൽ നോക്കിയതാണ്, ഒന്നുകൂടെ നോക്കണം. ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയുണ്ട്? 1,42,000. ഓക്കെ, ദെൻ അടുത്തെന്താണ്? ബ്രാഞ്ച് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് അതെടുത്തു, ഡിസ്കൗണ്ട് അലൗഡ് എടുത്തു, അലവൻസസ് എടുത്തു, റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോറസ്. അടുത്തത് സാലറി, റെൻറ്റ്, എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിന് വേണ്ടിയിട്ട് എത്ര രൂപ? 1,04,000. എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് കൊടുത്തത് എത്ര രൂപ? 1,04,000. ഓക്കെ, സെയിൽസൊക്കെ നടക്കുമ്പോൾ നമ്മൾ ബൈ ക്യാഷ് സെയിൽസ്, ബൈ ബാങ്ക് എന്ന് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുത്തിട്ടില്ല, ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി എന്തെങ്കിലും എക്സ്പെൻസസ് ആണെങ്കിൽ എന്തെന്ന് പറഞ്ഞ് എഴുതും? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ എക്സ്പെൻസസാണ് കൊടുത്തത്? സാലറി, റെൻറ്റ്, ഇൻഷുറൻസ്. ദെൻ എന്തെങ്കിലും എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ. ഇതൊക്കെ നമ്മൾ ആ പ്രൊഫോർമയിൽ നോക്കിയതാണ്. വ്യക്തമായിട്ട് അത് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എക്സ്പെൻസുകൾ പറഞ്ഞിരിക്കുന്നത്? സാലറി, റെൻറ്റ്, ഇൻഷുറൻസിൻ്റെ എക്സ്പെൻസസ് മൂന്നൂടെ 1,04,000 ഡെബിറ്റ് സൈഡിൽ എഴുതി. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റോക്ക് നമ്മളെടുത്തു, ഓപ്പണിങ്ങിൽ ഡെറ്റേഴ്സ് എടുത്തു, ഓപ്പണിങ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിങ് എടുത്തു, ഇൻഷുറൻസ് ആൻഡ് പ്രീപെയ്ഡ് എടുത്തു. ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് എടുത്തു, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എടുത്തു, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ് നേരത്തെ എടുത്തായിരുന്നു. ടോട്ടൽ സെയിൽസ് വേണ്ട, അതിൽ നിന്ന് ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു. ക്യാഷ് റിസീവ്ഡ് ഡെറ്റേഴ്സ് കിട്ടി, ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഡെറ്റേഴ്സ് കിട്ടി. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് എടുത്തു, ഡിസ്കൗണ്ട് അലൗഡ് എടുത്തു, അലവൻസസ് ടു ഡെറ്റേഴ്സ് എടുത്തു, റെമിറ്റൻസ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് സാലറി, റെൻറ്റ്, ഇൻഷുറൻസ് പെറ്റി ക്യാഷ് എക്സ്പെൻസസ് എടുത്തു, ക്ലോസിങ് എടുത്തു, സ്റ്റോക്ക്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇൻഷുറൻസ്. പോരാത്തിന് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഡെറ്റേഴ്സും കണ്ടുപിടിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ 6 എല്ലാം കംപ്ലീറ്റായി. ഓൾമോസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തു. ഇതൊക്കെ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ദെൻ ഫൈനലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കുക. കൂടുതൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡിൽ 6,70,300 രൂപയാണ് കിട്ടിയത്. 6,70,300 നിന്നും
ഇത് കുറയ്ക്കാം. 300 നിന്ന് 30,000 മൈനസ് 21,000 മൈനസ് 600 മൈനസ് 4,20,000 മൈനസ് 1,04,000 മൈനസ് 3,000 91,700. ഇവിടെയാണ് ബാലൻസ് വരുന്നത്. അതെന്താണ് 91,700. ഇവിടെയാണ് ബാലൻസ് വരുന്നത്. അതെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ബ്രാഞ്ച് പ്രോഫിറ്റ്. ഓക്കെ, ടോട്ടൽ എത്രയാണ്? 6,70,300 ടോട്ടൽ. ഇങ്ങനെയാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഇത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ ഡിപ്പെൻഡൻ്റ് ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ ബ്രാഞ്ച് ഉണ്ട്. അതിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 4 ടൈപ്പ് ഉണ്ട്. ഡെറ്റർ സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അതിൽ ഡെറ്റർ സിസ്റ്റമാണ് നോക്കിയത്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ ഡെറ്റർ സിസ്റ്റമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതുപോലെ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്യുക. പ്രൊഫോർമ നോക്കുക. ആ പ്രൊഫോർമയിൽ ഞാൻ തന്നിരിക്കുന്ന പ്രൊഫോർമയിൽ കൂടുതലൊന്നും വരാറില്ല. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സോ ക്ലോസിംഗ് ഡെറ്റേഴ്സോ അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റേഴ്സോ മൂന്നിലേതെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഡൺ.